Hello and welcome to Financial Tidings Malayalam. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു വളരെ സിമ്പിൾ ടോപ്പിക്കാണ്, ചെറിയ ടോപ്പിക്കാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഓക്കെ, ആ ടോപ്പിക്കാണ് PE റേഷ്യോ വേഴ്സസ് PB റേഷ്യോ. അപ്പോൾ കുറേ പേർക്ക് ഓൾറെഡി ഇതൊരു ഡൗട്ടായിരിക്കും അല്ലേ, എസ്പെഷ്യലി നമ്മൾ PB റേഷ്യോൻ്റെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു. അതിൻ്റെ നമ്മൾ എടുക്കുന്ന ക്രൈറ്റീരിയ ഒക്കെ ഏകദേശം സെയിം അല്ലേ. PB റേഷ്യോ ഇസ് ഗ്രേറ്റർ ദാൻ 1, സ്റ്റോക്ക് ഇസ് ഓവർ വാല്യൂഡ്. PB റേഷ്യോ ലെസ് ദാൻ 1, സ്റ്റോക്ക് ഇസ് അണ്ടർ വാല്യൂഡ്. സെയിം കേസാണ് PE റേഷ്യോയിൽ വരുന്നതല്ലേ. അപ്പോൾ എവിടെയാണ് നമ്മൾ ഡിഫറൻസ് വരയ്ക്കുന്നത്? ഓക്കെ, നമുക്ക് പെട്ടെന്ന് നോക്കാം. PE റേഷ്യോ നമുക്കൊരു റിവിഷൻ ചെയ്യാം. PE റേഷ്യോ നമുക്ക് എന്താണെന്ന് അറിയാം അല്ലേ, മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ PE റേഷ്യോ വീഡിയോ കാണാൻ മറക്കരുത്. ടോപ്പ് റൈറ്റ് കോർണറിൽ ഐ ബട്ടൺ ഉണ്ട്, അവിടെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റ് കാണും, അവിടെ നമ്മുടെ ഈ വീഡിയോ അവൈലബിൾ ആയിരിക്കും. The P ratio is a measure of the valuation of a company's stock. Higher the P ratio, more expensive the stock is. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഇതുപോലെ നമുക്ക് PB റേഷ്യോ കൂടെ പെട്ടെന്ന് നോക്കിയിട്ട് പോകാം. PB റേഷ്യോ ഇസ് മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റേഷ്യോസിൽ വരുന്ന ഡിഫറൻസ് എവിടെയാണ്? ഡിനോമിനേറ്ററിലാണ്, താഴെ അല്ലേ. ഒരു കേസിൽ ഏർണിങ്സ് പെർ ഷെയറും ഈ കേസിലും ബുക്ക് വാല്യൂ പെർ ഷെയറിലല്ലേ. ഓക്കെ, PB ratio compares price with its book value. The higher the PB ratio, more expensive the stock is. ഇത്ര നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ബെറ്റർ അല്ലേ? PB ratio is more popular for bank or financial services company compared to PE ratio. നമ്മൾ ഓൾറെഡി PB ratio വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ബാങ്ക്സ് ഒക്കെ PB ratio എന്തിനാ യൂസ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അത് തന്നെയാണ് മെയിൻ റീസൺ. പക്ഷെ നമുക്കിവിടെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ദ മെയിൻ ടു റീസൺസ് ആർ: 1. PB ratio helps to analyze the performance of the company with respect to the efficiency with which the funds were utilized. ഓക്കെ, അപ്പം ഇത് മെയിൻലി നമ്മൾ ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ സെക്ടറിൽ വരുന്ന കമ്പനീസിനാണ് നമ്മൾ ഈ ഒരു പോയിന്റ് യൂസ് ചെയ്യുന്നത്. ആ കമ്പനിയുടെ ഫണ്ട്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു അത് മനസ്സിലാക്കാൻ നമ്മൾ PB റേഷ്യോ ആണ് പ്രിഫർ ചെയ്യുന്നത് കമ്പയർഡ് ടു PE റേഷ്യോ. ക്ലിയർ അല്ലേ? ഓക്കെ, സെക്കൻഡ് പോയിന്റ്, PB ratio can be used even if the firm is making losses in the short term. ഇത് നമ്മൾ ബാങ്ക്സിൻ്റെ കേസിൽ കാണാവുന്നതാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഷോർട്ട് ടേമിൽ ബാങ്ക്സ് ലോസ് ആയിരിക്കും കാണിക്കുന്നത് അല്ലേ. പക്ഷേ ലോങ് ടേം നമുക്കറിയാം എന്തായാലും ബാങ്ക് വിൽ ബി മേക്കിംഗ് ദ പ്രോഫിറ്റ്സ്, മീൻസ് നമുക്കൊരു നല്ല ബിലീഫുണ്ട്. അപ്പോൾ ആ കേസസിലൊക്കെ നമുക്ക് ഇപ്പോൾ കമ്പനീനെ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് റേഷ്യോ വേണം. പക്ഷേ നെഗറ്റീവ് ഏർണിങ്സ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് അസറ്റ്സ്, അല്ലെങ്കിൽ പ്രോബ്ലമുള്ള സിറ്റുവേഷൻ, നെഗറ്റീവ് റേഷ്യോ വരുമ്പം നമ്മൾ PE റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാറില്ല അല്ലേ. കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ NA ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, മീൻസ് നോട്ട് ആപ്ലിക്കബിൾ. നമ്മളിപ്പോൾ സ്ക്രീനർ അല്ലെങ്കിൽ അതുപോലത്തെ വെബ്സൈറ്റ്സിലേക്ക് പോയി കാണുകയാണെങ്കിലും ചില കമ്പനീസിൻ്റെയൊക്കെ നമ്മൾ ചില സിറ്റുവേഷനിൽ PE റേഷ്യോ NA എന്ന് എഴുതി കാണാം അല്ലേ, നിങ്ങൾ കണ്ടു കാണത്തില്ലേ? ഓക്കെ, പക്ഷേ അവിടെ PB റേഷ്യോ കാണും. സോ PB റേഷ്യോ ക്യാൻ ബി യൂസ്ഡ് ഈവൻ ഇഫ് ദ ഫേം ഇസ് മേക്കിംഗ് ലോസ് ഇൻ ദ ഷോർട്ട് ടേം, വെയർആസ് PE റേഷ്യോ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഹിയർ. ഇതാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ PB റേഷ്യോ ആൻഡ് PE റേഷ്യോ. അപ്പാർട്ട് ഫ്രം ദി ഡെഫിനേഷൻ, നമുക്ക് ഡെഫിനേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ PE റേഷ്യോ PB റേഷ്യോ രണ്ടാണ് നമുക്കറിയാം. പക്ഷെ നമ്മൾ സാധാരണക്കാരും നമ്മളിങ്ങനെ റീറ്റെയിൽ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും നമ്മളൊരു കമ്പനീനെ പറ്റി കാണുമ്പം നമുക്ക് ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ചെറിയ വീഡിയോ. അപ്പം ഈ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ്, PB റേഷ്യോ ഇസ് പ്രിഫേർഡ് ഫോർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, നെക്സ്റ്റ്, യൂസ് ROE along with PB ratio to improve our analysis. ഈ പോയിന്റ് നമ്മൾ ഓൾറെഡി PB റേഷ്യോ വീഡിയോ ഡിസ്കസ് ചെയ്തതാണ്. PB റേഷ്യോ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ടോപ്പ് റൈറ്റ് കോർണറിൽ കാണും PB റേഷ്യോ എന്നുള്ള വീഡിയോ, നമ്മുടെ പ്ലേലിസ്റ്റിൽ ചൂസ് ചെയ്ത് കാണാം. ഓക്കെ, നമ്മളത് നല്ല ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. PB റേഷ്യോ ROE മീൻസ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എങ്ങനെ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും ഫോർ ബെറ്റർ അനാലിസിസ്. ഓക്കെ, ഈ ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി, അതിനെപ്പറ്റി നമ്മളൊരു ചെറിയ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്ലേലിസ്റ്റിലെ ഫസ്റ്റ് വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാണുക, മനസ്സിലാക്കുക. ലെറ്റ്സ് ലേൺ ആൻഡ് ഗ്രോ ടുഗെദർ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഫോർ മോർ സച്ച് അപ്ഡേറ്റ്സ്, ഡോണ്ട് ഫർഗെറ്റ് ടു subscribe to our channel and press the bell icon for notifications. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നതിന് വരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.